എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് LG ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഡയറക്റ്റ് ഡ്രൈവിൻ്റെ ഒരു PCB ആണ് നോക്കുന്നത്. ഈ PCBയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ PCBയിൽ സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. പ്ലേ ആൻഡ് പോസ് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ഇതിനകത്ത് വരുന്ന ആ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പവർ ഇത് കൊടുക്കുകയാണ്. ഞാൻ പവറിൻ്റെ ലൈന് കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയറിംഗ് കിറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പവർ പ്ലഗ് ചെയ്യണം. പവർ പ്ലഗ് ചെയ്തു, പവർ ഓൺ ചെയ്തു. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ബട്ടണിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള എല്ലാ ലൈറ്റും കത്തിയിട്ടുണ്ട്, ഡയലിലുള്ളത്. ഇനി നമ്മൾ ആദ്യം ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യണം. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡയറക്റ്റായിട്ട് സ്റ്റാർട്ട് ആകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് ബോർഡിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡയൽ ഫുള്ള് കത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് മാത്രം ഓണായിട്ട് ബാക്കിയെല്ലാം ഓഫ് ആവുകയും ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ചില കേസുകളിൽ നമ്മൾ ഫങ്ഷൻ മാറ്റി കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചില കേസിൽ വർക്ക് ചെയ്യും. ഇങ്ങനെ ആദ്യം എടുക്കാതിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഫംഗ്ഷനിലാണോ സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇനി ഇതിൽ മറ്റുള്ള എല്ലാ സ്വിച്ചുകളും വർക്കിംഗ് ആണോ എന്നുകൂടി ചെക്ക് ചെയ്യണം. 1 2 3 4 5 6 7 ബാക്കി എല്ലാ സ്വിച്ചും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റാർട്ട് സ്വിച്ച് മാത്രം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ബട്ടൺ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? ഈ ഒരു ബട്ടൺ കംപ്ലൈൻ്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. പിന്നെ വരുന്നത് ഇവിടെ ഈ ഒരു ഡയോഡിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡയോഡ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഈ സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യത്തില്ല. പിന്നെ വരുന്നത് ഇവിടെ വരുന്ന LED എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യത്തില്ല. ഇപ്പോൾ നമുക്കിവിടെ ഒരു LED-യും കംപ്ലൈൻ്റ് ഇല്ല. എല്ലാ LED-കളിലും കറക്റ്റായിട്ട് ലൈറ്റ് കത്തുന്നുണ്ട്. ഈ ഒരു LED-യുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയോഡിൻ്റെ ഒരു സൈഡിലോട്ടാണ് വരുന്നത്, ഒരു ലൈൻ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഡയോഡ് വഴി കയറി ഇറങ്ങിയിട്ടാണ് തിരിച്ച് ഇവിടെ വരുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഇതൊന്ന് അഴിക്കാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോർഡ് ആദ്യം അഴിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ബട്ടൻ്റെ പിന്നെ വരുന്നത്. ഈ ബട്ടൺ ഓക്കെ ആണെന്ന് നോക്കണം. ഈ ഡയോഡ് ഓക്കെ ആണെന്ന് നോക്കണം. പിന്നെ ഇതിൻ്റെ ഈ സർക്യൂട്ടിലൊക്കെ ക്ലാവ് പിടിച്ചിട്ടുണ്ട്. ഈ ക്ലാവ് പിടിച്ചിരിക്കുന്നത് സർക്യൂട്ട് കറക്റ്റ് ആണോ എന്ന് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്വിച്ച്, ഈ ഡയോഡ് ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ IC റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ IC ആയിരിക്കും കംപ്ലൈൻ്റ് ആവുന്നത്. മിക്ക കേസുകളിലും ഈ IC കംപ്ലൈൻ്റ് ആയിട്ട് വരാറുണ്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ, അതായത് സ്റ്റാർട്ട് തന്നെ എടുക്കാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ആദ്യം ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു IC റീപ്ലേസ് ചെയ്യാവുള്ളൂ. പിന്നെ ഈ ഡയോഡ് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത്, ഡയോഡ് മോഡിൽ കണ്ടിന്യൂറ്റി ചെയ്യുന്ന സമയത്ത് റീഡിങ് കാണിക്കും. മറു സൈഡിൽ നിന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് റീഡിങ് കാണിക്കത്തില്ല. പക്ഷേ നമ്മൾ ഓംസ് മോഡിൽ ഇട്ടിട്ട് ഇതിൻ്റെ ലീക്കേജ് കൂടെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തതിന് ചിലപ്പോൾ ലീക്കേജ് ഉണ്ടെങ്കിലും ഈ ഒരു ഫങ്ഷൻ കൃത്യമായിട്ട്, ഈ സ്റ്റാർട്ട് ബട്ടൺ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഡയോഡ് മെയിനായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്വിച്ച് ഓക്കെ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലോട്ട് സെറ്റ് ചെയ്യുക. ബീപ്പ് മോഡിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ സ്വിച്ച് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി വരുന്നത് ഈ ഡയോഡാണ്. ഡയോഡൊക്കെ നേരത്തെ ആരെക്കാണ്ടും മാറ്റിയിട്ടുണ്ട്. ഈ ഡയോഡ് ചെക്ക് ചെയ്യുക നല്ലതാണെന്ന്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. പൊളാരിറ്റി തിരിച്ച് വെച്ച് നോക്കാം. പൊളാരിറ്റി തിരിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. 547 കാണിക്കുന്നുണ്ട്. അത് ഡയോഡ് ഓക്കെയാണ്.
ഇനി നമുക്ക് ഇതിൻ്റെ ലീക്കേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓംസ് മോഡിലോട്ട് മാറ്റുക. ഇവിടെ 599K കാണിക്കുന്നുണ്ട്. തിരിച്ച് പൊളാരിറ്റി തിരിച്ച് വെച്ച് ചെക്ക് ചെയ്യുക. പൊളാരിറ്റി തിരിച്ച് വയ്ക്കുമ്പോഴത്തേക്കും അവിടെ ലീക്കേജുകളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഡയോഡും ഓക്കെയാണ്. ഇനി നമ്മൾ മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലിട്ടിട്ട് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ സ്വിച്ചിൽ നിന്ന് ഇവിടെ നിന്ന് ഓക്കെ, അത് കണക്ഷൻ ഓക്കെയാണ്. ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ സിയുടെ 15ാമത്തെ പിന്നിലാണ് ഈ ഡയോഡിൻ്റെ കണക്ഷൻ വരുന്നത്. അതും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഐ സിയുടെ 15ാമത്തെ പിന്നിലും കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. ഇതിൻ്റെ പ്രിൻ്റിലൊന്നും കുഴപ്പമില്ല. പ്രിൻ്റൊക്കെ കറക്റ്റാണ്. സ്വിച്ച് ഓക്കെയാണ്, ഡയോഡ് ഓക്കെയാണ്, LED എല്ലാം ഓക്കെയാണ്. പക്ഷേ സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. അത് നിങ്ങളെ പറഞ്ഞുതരാം. ആ സ്വിച്ചിൻ്റെ ഒരു രീതിയിൽ അത് വർക്ക് ചെയ്യുന്നത് കറക്റ്റാണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ കണ്ടോ, പക്ഷെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വർക്ക് ചെയ്യത്തില്ല. ചില സമയത്ത് മാറി മൾ ഫങ്ഷനിങ് എന്നുള്ള രീതിയിലോട്ട് വരും. എത്ര പ്രസ് ചില സമയങ്ങളിൽ മാത്രമേ അത് എടുക്കുന്നുള്ളൂ. ചില സമയത്ത് ഈ ഒരു ലൈറ്റൊക്കെ മാറുന്നുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റാർട്ടായി, അതായത് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, മൾ ഫങ്ഷനിങ് ആണ്. അപ്പോൾ അതിനർത്ഥം ഈ ഒരു ഐ സി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഐ സിയാണ് നമുക്ക് മാറ്റേണ്ടത്. ഇതൊരു സ്വിച്ചിങ് ആൻഡ് സെഗ്മെൻറ്റ് ടൈപ്പ് ഐ സി ആണ്. ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് IK2102WD. IK2102WD. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ സെയിം ഐ സി ഇല്ല. IK2100DW എന്നുള്ള ഈ സെയിം ഐ സി ഇല്ല. പക്ഷേ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വേറെ നമ്പറിലുള്ള ഒരു ഐ സി ഉണ്ട്. ഈ ഐ സി ഇതിന് മാച്ചിങ് ആണ്. ഇതിൻ്റെ ഡേറ്റ ഷീറ്റ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ നമ്പറിൽ മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ. ഇതെന്ന് പറയുന്നത് 1628 നമ്പർ ഐ സി ആണ്. ഇത് 2102 ഐ സി. ഇത് രണ്ടും സെയിം ഐ സി തന്നെയാണ്. പക്ഷേ നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ രണ്ടിൻ്റെയും ഡേറ്റ ഷീറ്റ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഐ സി ഇളക്കി മാറ്റി ഈ ഒരു ഐ സി ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ആരോയാണ് നമ്മുടെ ഇവിടെ ഒന്നാമത്തെ പോയിൻ്റ്, ഈ ഒരു വെട്ട് വരുന്നത്. അപ്പോൾ അത് കണക്കാക്കി ഈ ഐ സി ഇളക്കി മാറ്റിയിട്ട് ആ ഐ സി ഫിറ്റ് ചെയ്യാം.
ഇവിടെ ഇപ്പോൾ നമ്മുടെ ആ പുതിയ 1628 എന്നുള്ള IC 1628 എന്നുള്ള IC നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കണക്ഷൻ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. പവർ കൊടുക്കുകയാണ്. പവർ എടുത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് എല്ലാം ഓണായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് സ്വിച്ച് അമർത്തിയപ്പോൾ തന്നെ ഇത് ഓണായി. ഒന്നും കൂടെ. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഫംഗ്ഷനൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഫംഗ്ഷനൊന്നും സെലക്ട് ചെയ്യാതെയാണ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തപ്പോഴത്തേക്കും ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങി. അതായത് ഇത് സ്റ്റാർട്ടിലോട്ട് എടുത്തു തുടങ്ങി. ഇനി നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു IC കംപ്ലൈൻ്റ് ആവും. ചിലതിൽ പിന്നെ സ്ക്വയർ IC ആയിരിക്കും. പക്ഷേ ആ സെയിമിലുള്ള IC അല്ലെന്നുണ്ടെങ്കിൽ സെയിം ഡാറ്റ ഷീറ്റുള്ള IC ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറും. പിന്നെ ഈ ഡയോഡ് ചെക്ക് ചെയ്യണം, ഈ ഒരു സ്വിച്ച്, ഇതിന് വരുന്ന സർക്യൂട്ട്, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ IC ചേഞ്ച് ആക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡ് പഴയത് കണക്ക് തന്നെ റണ്ണിങ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.